ഇന്നാണ് നമ്മുടെ സർപ്രൈസ് ഗ്രൂം ടു ബി വരുന്നത്. അപ്പൊ രാവിലെ അരുൺ ചേട്ടൻ വന്നു, ഒരു 11:15 ആയപ്പോ ഇവര് അരുൺ ചേട്ടന് കല്യാണത്തിനുള്ള ഡ്രസ്സ് നോക്കാനാന്ന് പറഞ്ഞ് അങ്ങനെ നൈസായിട്ട് ഷൗഡിന് ഇവിടെ നിന്ന് മാറ്റി തന്നിട്ടുണ്ട്. താങ്ക്സ് ടു അരുൺ ചേട്ടൻ. അപ്പം ഷൗഡിന് ഇവിടെ നിന്ന് ഷൗഡിന് ഒരു ഐഡിയ ഇല്ല ഗ്രൂം ടു ബി എന്ന് പറഞ്ഞ സംഭവത്തിനെ പറ്റി അറിയായിരിക്കും, പക്ഷെ നമ്മൾ ഏത് കൊടുക്കുന്നു, സർപ്രൈസ് ആയിട്ട് കൊടുക്കും എന്നുള്ള കാര്യം അവന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഭയങ്കര ടെൻഷനും ഉണ്ട്, എക്സൈറ്റ്മെന്റും ഉണ്ട്. അവനെക്കാളും കൂടുതൽ എനിക്ക് ആഗ്രഹമുണ്ട് അവന്റെ ഗ്രൂം ടു ബി നടത്തണമെന്ന്. സോ ഞാനും റോസുവും കുറെ ദിവസമായിട്ട്, ഞാൻ താങ്ക്സ് ടു റോസു, വെഡിങ്ങിന്റെ തിരക്ക് കാരണം എനിക്ക് അങ്ങനെ ഫുള്ളായിട്ട് എല്ലാം കൂടെ ശ്രദ്ധിച്ച് അങ്ങനെ എല്ലാം ചെയ്യാൻ കുറച്ച് തിരക്കായിരുന്നു ആക്ച്വലി. കാരണം പിന്നെ അവൻ വരും, ഞങ്ങൾ എല്ലായിടത്തും പോകുമ്പോൾ അവനും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം നമ്മൾ സർപ്രൈസ് ആയിട്ട് എല്ലാം ഹിഡൻ ആയിട്ട് വേണ്ട ചെയ്യാൻ. ഞാൻ ഇവരുടെയൊക്കെ ചാറ്റ്സ് ആർക്കൈവ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഞാൻ, അരുൺ ചേട്ടൻ, റോസു, ഞങ്ങൾ 3 പേരുമാണ് ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാനും പറഞ്ഞു. അപ്പം പിന്നെ ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ ഹൃത്തിക്കേട്ടനും പ്രിയ ചേച്ചിയൊക്കെ ആണെങ്കിൽ തന്നെ ദൂരേന്നാ വരുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഹി ഡിസേർവ്സ് ദ ബെറ്റർ, അടിപൊളി തിങ്സ്. അവന്റെ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് കേക്ക് സ്മിത്തിലേക്കാണ്. കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ്, അവന്റെ ഗ്രൂം ട്യൂബിക്കുള്ള കേക്ക്. അതൊക്കെ അറേഞ്ച് ചെയ്തത് റോസും ആണ്. സോ നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നു, അങ്ങോട്ടൊന്ന് പോയി മേടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ്. ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഉള്ളതാണ് കേക്ക് സ്മിത്ത് എന്ന് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. എന്നിട്ട് കഴിച്ചിട്ട് റിവ്യൂ എങ്ങനെയാന്ന് പറയാം. അപ്പം ഈ റോസു ചാറ്റ് GPT നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ആ കേക്ക്. എങ്ങനത്തെ ഒരു മോഡൽ, ആ എക്സാക്ട് അവരുണ്ടാക്കി തന്നായിരിക്കും. ഫോട്ടോ കണ്ടായിരുന്നു, റോസു എനിക്ക് അയച്ചു തന്നായിരുന്നു, അവരയച്ചു തന്ന ഫോട്ടോ. സോ കുറുപ്പന്തരയിലുള്ള കേക്ക് സ്മിത്തിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അജുക്ക ഇപ്പൊ കൂട്ടിക്കലിൽ നിന്ന് വന്നതേ ഉള്ളൂ. സേ ഹായ്. ഞാൻ അജുക്കാനെ പറ്റി 2 വാക്ക് പറഞ്ഞില്ലെന്ന് അജുക്കാക്ക് ഒരു പരാതി ഉണ്ട്. അജുക്കാണ് ഇതിനകത്ത് മെയിൻ ഫണ്ട് അറേഞ്ച്മെന്റ്, ഫണ്ടമെന്റൽ തിങ്സിലാണ്. സോ ഇത് കഴിഞ്ഞ് നമുക്ക് ക്യൂട്ടി പൈ പോയിട്ട് ഗ്രൂം ട്യൂബിയുടെ ഒരു ടോപ്പർ മേടിക്കുന്നുണ്ട്. അപ്പം ഇത് ഗ്രൂം ട്യൂബിയുടെ ഡെക്കോർ ചെയ്യുന്ന സോൾഫുൾ ഇവന്റ്സ് എന്ന് പറഞ്ഞാണ്. അത് എന്റെ ബ്രൈഡൽ ഷവർ ചെയ്ത ആ സെയിം ആൾക്കാർ തന്നെയാണ്. വൺ മോർ തിങ്, എന്റെ ഈ സോഷ്യൽ മീഡിയ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അജുക്കയുടെ ഫാമിലി, പിന്നെ ഷൗട്ടൻ. എന്റെ ഫാമിലിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നതാണ് ഷൗട്ടനും ഉമ്മച്ചിയും. ആൻഡ് ഇപ്പൊ അതിലെനിക്ക് കൊളാബ് കിട്ടുമ്പോഴും, എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ, വീഡിയോ റീച്ച് ആകുമ്പോൾ ഒക്കെ ഞാൻ അവരോട് ഭയങ്കര താങ്ക്ഫുൾ ആണ്. സോ അതും എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ തോന്നി. എന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വാവ് അടിപൊളിയായിട്ട്, ഷിഫാന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്, ഇതിൽ നല്ല കഴിവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര, എന്റെ ഓരോ വീഡിയോ കാണുമ്പോൾ ഇവൻ പറയും കൊള്ളാം കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാണ്. എല്ലാ വീഡിയോ അല്ല, കൊളായ വീഡിയോ കാണുമ്പോൾ പറയും. ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ഓരോ കൊളാബ്സ് കിട്ടുമ്പോൾ അത് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം ഏറ്റവും ബെസ്റ്റ് രീതിയിൽ. നിന്നെ കൊണ്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് രീതിയിലേ ചെയ്യാവുള്ളൂ എന്ന് എപ്പോഴും എന്നോട് പറയും. വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഐ ഗോട്ട് ദ ബെസ്റ്റ് സപ്പോർട്ടിങ് ബ്രദർ. എന്നോട് ഇന്നേ വരെ ഒരു കാര്യത്തിൽ നോ പറഞ്ഞിട്ടില്ല. ആൻഡ് അത് ഇത് തലയും കുത്തി നിൽക്കുക, അങ്ങനെ നടക്കില്ല, ഇങ്ങനെ നടക്കില്ല, അങ്ങനത്തെ ഒരു കാര്യവും. സോ എനിക്ക് ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് എന്നാ ചേട്ടൻ സമ്മതിക്കത്തില്ല, വരാൻ പറ്റത്തില്ല, ചേട്ടന്റെ പെർമിഷൻ ചോദിക്കും, അങ്ങനെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ അങ്ങനെയാവും. എന്നോട് ഇന്നേ വരെ അവൻ അങ്ങനെ ഒരു കാര്യത്തിലും ഭരിക്കാൻ വന്നിട്ടില്ല. എപ്പോഴും ഒരു സപ്പോർട്ടീവ് ബ്രദറാണ് നല്ല കാര്യത്തിൽ എസ്പെഷ്യലി. ഓക്കെ, സോ അവന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ചാപ്റ്ററിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം നമ്മുടെ ആഗ്രഹം. ആൻഡ് അജുക്കാട് അനിയനും എന്റെ ചേട്ടനും അല്ല അജുക്കാട് ഒരേ ഒരു അളിയൻ. അപ്പം അവന്റെ ലൈഫിൽ എന്നും അടിപൊളിയായിട്ട്, അവൻ എന്നും ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. സോ ദിസ് ഈസ് ദ ഷോപ്പ്. ഇതാണ് കേക്ക് സ്മിത്ത്, കുറുപ്പന്തറയിലുള്ള കേക്ക് സ്മിത്ത്. ഓ നൈസ് ഡോർ, വാട്ട് ആൻ ആംബിയൻസ്. This is our cake. Another song. നമ്മുടെ ഗ്രൂം ട്യൂബിയുടെ കേക്ക് കിട്ടി ഗോയ്സ്. പയ്യെ വെക്കണേ. ഞാൻ ഫ്രണ്ട് ഇരിക്കാ, എനിക്ക് ബാഗ് ഇരിക്കുന്ന ഇഷ്ടമല്ല. This will be the first announcement. My brother is getting married. ഇപ്പൊ സമയം 2 മണിയായി, ഞങ്ങൾ ഫുഡ് പോലെ കഴിച്ചിട്ടില്ല. For you, Shauta. Guys,
ഞാൻ പറഞ്ഞതാണ് കാഷ്വൽസ് ഇട്ടോണ്ട് വരണോന്ന്. വന്നേക്കുന്നുണ്ട് പാർട്ടി വെയർ ഇട്ട്. സേ ഹായ്. ഓ ഇവിടെ ഡെക്കോറുകാർ വന്ന് അപ്പം ഇവിടെ സെറ്റ് ചെയ്യാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവിടെ അവിടെ ഷീറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അലമ്പാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം. കൺഫ്യൂഷൻ, ഫുൾ ഓഫ് കൺഫ്യൂഷൻ. അതിൻ്റെ ഇടയിൽ കോട്ടയത്താണെങ്കിൽ മഴ ചെറിയ സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട്. എക്സ്റ്റൻഷൻ കേബിള് പൊണ്ണ് കുസ് നിങ്ങളെ ഇവിടെ പണിയെടുക്കാൻ കൊണ്ടാന്നല്ലേ ഹെൽപ്പ് ചെയ്യാ. ഓക്കെ നമ്മുടെ മാമി സബ ഫീസും ഒക്കെ വന്നിട്ടുണ്ട്. ഹായ് പറ, സേ ഹായ്. ഹായ് ഹായ് മിസ്. ഇവിടെ എല്ലാവരും വൈറ്റും ബ്ലാക്കും ബ്രൗണും ഒക്കെ ഇട്ടപ്പോൾ ഇവള് മാത്രം വൈറ്റ് ആന്ന് പറഞ്ഞ് മഞ്ഞ ഇട്ടോണ്ട് വന്നേക്കണം. നമ്മുടെ ഡെക്കോറ് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കും. പ്രധാനപ്പെട്ട ആള് വന്നിട്ടുണ്ട്. അതെന്നെ ഇറങ്ങി റോസു. റോസു സെറ്റ്. ഓൾ സെറ്റ്. റോസു എവിടെന്നാ പോപ്പർ മേടിച്ചേ? മറ്റേ കളർ വരുന്ന സാധനം ഉണ്ടോ? എല്ലാം സെറ്റ് ചെയ്ത് നൻപനെ പോലെ ലെറ്റ്സ് പാർട്ടി. ഈ ചേച്ചി ചുമ്മാ ഡാൻസ് കളിക്കണ കാര്യം പറയാ, നമുക്കൊന്നും അറിയില്ല. ഡാൻസേഴ്സ് മൈക്ക് ടെസ്റ്റിംഗ്. ഇതുകൊണ്ട് ഇന്നാണോ ജിക്ക് ഉപകാരം ഉണ്ടാവണേ? ഇവിടെ ഭയങ്കര ചൂടാ, വേർത്ത് കൊളിച്ചിരിക്കുകയാണ്. എല്ലാരും മേക്കപ്പ് ഇട്ട് സെറ്റ് ചെയ്ത് തന്നെ മിക്കവാറും വേർത്ത് ഇതായും. പോപ്പർ ആരാ പൊട്ടിക്കണേ? പ്രിയ വീഡിയോ എങ്ങനെ എടുക്കണേ? വീഡിയോയും എല്ലാം കൂടി താങ്കൾക്ക് എങ്ങനെ സാധിക്കണേ? അതെ പൊട്ടണം, കഷ്ടപ്പെട്ട് ഒപ്പിച്ചാ പൊട്ടണം. ഹലോ, വെൽക്കം ബാക്ക് ടു ഷിഫാന അജ്മൽ വ്ലോഗ്സ്. അല്പസമയത്തിനകം എല്ലാ പരിപാടികളും ആരംഭിക്കുന്നു. ഹായ് കൺവെച്ചോ? ഹായ് ഗോയ്സ്. സുലുവിടെ ചുഗുവിന് കിളി പോയിരിക്കുകയാണ്. ചുഗുവിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോഡൊക്കെ ഇട്ടിട്ടാ വന്നേക്കുന്നത്. പെയ്യോ ഇല്ലയോ? പടച്ചോനെ മഴ പെയ്യില്ല. മഴ പെയ്ത് ഇതിവരുടെ നനഞ്ഞു പോവും. അത് അവർക്ക് പറ്റത്തില്ല. ഇങ്ങോട്ട് മാറ്റാൻ പോർട്ടബിളും അല്ല. എല്ലാരും ബ്ലാക്ക് തീമിലാ വന്നേ. മഴ പെയ്യോ ഇല്ലയോ? പെയ്യോന്നോ പ്ലാൻ ചെയ്യുമ്പോ ഈ കാറ്റ്. മഴ പെയ്യോന്നുള്ള രീതി പ്ലാൻ ചെയ്യും. പക്ഷെ ചായ സൽക്കാരമാണ് ബൈ അഷ്റഫ്. മഴയും കുറുക്കനെയും കോഴിയുടെയും കല്യാണമാണ്. അയ്യോ ചവിടനല്ലേ pick me. എന്ത് ചോക്കു വണ്ടി ഓടിക്കുന്നവനായിരിക്കും.